ബാലകേയന്റെ കയ്യിൽ നിന്നും 4 കുട്ടികളും രക്ഷപ്പെട്ടിരിക്കുന്നു. തൽക്കാലം അവർക്ക് ആപത്തില്ല. അവർക്ക് കൂട്ട് മോതിരത്തിലെ ഭൂതം. ബാപ്പുട്ടി പറഞ്ഞതൊക്കെ സത്യം തന്നെയാണെന്നാണോ ബാബ പറയുന്നത്? ആ കുട്ടികളിപ്പോഴുണ്ട്. അവരെ നിങ്ങൾ കൊണ്ടുപോയാൽ തേടി വരും കാലകയെ. അത് കുട്ടികൾക്ക് ആപത്താണ്. കുട്ടികളെയും ബാപ്പൂട്ടിയും കിട്ടണം ഞങ്ങൾക്ക്. അവരെവിടെയുണ്ട്? പറഞ്ഞു തരൂ ബാബ. വ്യവഹാരങ്ങളിൽ ഈ ആശ്രമവാസിക്ക് താല്പര്യമില്ല. പറഞ്ഞു തരാൻ നിർവാഹവുമില്ല. അത് എന്റെ അഹന്തയായി കാണരുത്. 4 ശുദ്ധജന്മങ്ങൾ. അവരുടെ പ്രാണൻ സംരക്ഷിക്കേണ്ടത് എന്റെ ധർമ്മമാണ്. ഞങ്ങൾ പോലീസിന് അത് കഴിയില്ലെങ്കിൽ ബാബയ്ക്കതിന് കഴിയും. ആശ്രമത്തിൽ അശുദ്ധകർമ്മങ്ങളില്ല. ഇവിടുത്തെ അന്തേവാസികളിൽ അഭ്യാസികളുമില്ല. പിന്നെങ്ങനെ ബാബ അവരെ രക്ഷിക്കും? ഞാനല്ല, പിന്നെ അദ്ഭുത വിളക്കിലെ ഭൂതം. അലാവുദ്ദീന്റെയും പത്നിയുടെയും രൂപത്തിലുള്ളവർ സമുദ്രത്തിൽ ചെന്ന് വിളക്ക് സ്വന്തമാക്കണം. ഇമ്രാൻ ഭൂതത്തിനെ കുട്ടികളെ രക്ഷിക്കാൻ കഴിയും. സമുദ്രമധ്യത്തിലെ കൊട്ടാരത്തിൽ വിളക്കുമായി ഭൂതം അവരെ കാത്തിരിക്കുന്നു. മതി. ഒന്നുകിൽ ബാബയും ബാപ്പൂട്ടിയെ പോലെ പല കാര്യങ്ങളും മറച്ചുവെച്ച് മുത്തശ്ശിക്കഥ പറയുന്നു, അല്ലെങ്കിൽ ബാപ്പൂട്ടി ബാബയുടെ ആൾ. ഭൂതമാണോ പോലീസാണോ കുട്ടികളെ രക്ഷിക്കുക എന്ന് ബാബയ്ക്ക് ഞങ്ങൾ കാട്ടിത്തരാം. ഈ ഉള്ളവന് മറ്റൊരു നിയോഗം. അലാവുദ്ദീന്റെയും പത്നിയുടെയും രൂപത്തിലുള്ളവരെ കണ്ടെത്തിയാൽ തന്നെ യുക്തിക്ക് ചേരാത്ത കാര്യങ്ങൾ എങ്ങനെ വിശ്വസിപ്പിക്കും അവരെ? കിളവൻ പിന്നെ വന്നിരിക്കുന്നു. കിടക്കാൻ നേരത്താ പോയത്. വെളുപ്പം കാലത്ത് തന്നെ കുറ്റിയും പറിച്ച് എത്തിയോ? അയാളുടെ പണിയുണ്ട്. ദേ മണി 7 കഴിഞ്ഞു. ലേറ്റായി ചെന്ന് മാനേജറുടെ വായിലിരിക്കുന്ന മുഴുവൻ കേൾക്കും. 7 ആയോ? മണി 8 കഴിഞ്ഞു. ഒന്ന് വേഗം വാ. ഒന്ന് നിൽക്കൂ. രാത്രിയും കണ്ടല്ലോ ഗേറ്റിന് പുറത്ത് നിൽക്കുന്നത്. എന്തോ വേണ്ടത്? പറയാനുണ്ട്. പറഞ്ഞാൽ ബോധ്യമായി എന്ന് വരില്ല. മനസ്സുകൊണ്ട് അനുഭവിക്കുക, വാങ്ങുക. എന്താ ഇത്? പ്രേമലേഖനം. ഇവിടെ കുറ്റിയോടെ നിൽക്കുന്ന വെറുതെ അല്ല. കിളവന് നിന്നോട് പ്രേമമാടി. നീ വാ. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ? സമയമായി. Aladdin